ബായ്. എൻ്റെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ സിജുക്കുട്ടൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. സിജുക്കുട്ടൻ പരീക്ഷ എഴുതാൻ പോകുന്നു. അതിൽ മാമൻ പറയുന്നുണ്ടായിരുന്നു, ഇതുവരെ ഇങ്ങനത്തുള്ള പരീക്ഷ ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല, ആരും പറഞ്ഞു കൊടുത്തില്ല എന്ന് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന്. വീഡിയോയിലേക്ക് പോയാലോ? എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിക്കരുത്. ഞാൻ +2 തുല്യത പരീക്ഷ എഴുതി പാസ്സായ കുട്ടിയാണ്. നിങ്ങൾക്കും എഴുതണ്ടേ പരീക്ഷ? ഞാൻ പറഞ്ഞു തരാം. 15 വയസ്സ് പൂർത്തിയായ എന്നെ പോലെയുള്ളവർക്ക് എല്ലാവർക്കും പരീക്ഷ എഴുതാം. അതിനായി ആദ്യം നിങ്ങൾ പഞ്ചായത്തിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യണം. നിങ്ങളെ സഹായിക്കാൻ അവിടെ സാക്ഷരത പേര് ഉണ്ടാകും. ഒട്ടും സ്കൂളിലേക്ക് പോവാത്ത കുട്ടികളാണെങ്കിൽ ആദ്യം സാക്ഷരത പരീക്ഷ എഴുതണം. അതിന് സർട്ടിഫിക്കറ്റ് മാത്രം മതി. അല്ല, സ്കൂളിൽ പോയി 1ാം ക്ലാസ് പഠിച്ച കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി 4ാം ക്ലാസ് പരീക്ഷ എഴുതാം. അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ നൽകണം. 4ാം ക്ലാസ് റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് അടുത്ത 7ാം ക്ലാസ് പരീക്ഷയ്ക്ക് നിങ്ങൾ അപേക്ഷിക്കാം. 7ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലേക്ക് അപേക്ഷിക്കാം. എല്ലാ കുട്ടികളെ പോലെയും നിങ്ങൾക്കും 10ാം ക്ലാസ് പരീക്ഷ എഴുതാം. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും, എൻ്റെ മക്കൾക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല എന്നൊക്കെ. പേടിക്കേണ്ട, അതിനൊരു പരിഹാരമുണ്ട്. കുട്ടികളുടെ പരീക്ഷ സ്ക്രൈബിനെ കൊണ്ട് എഴുതിപ്പിക്കാം. 10ാം ക്ലാസ് പാസ്സായാൽ എല്ലാ കുട്ടികളെ പോലെയും നമുക്കും 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് കഴിഞ്ഞാൽ +1 പരീക്ഷ എഴുതാം. എന്നിട്ട് +2 എഴുതാം. അങ്ങനെയാണ് ഞാൻ +2 വരെ എത്തിയത്. ഇനി വേറൊരു കാര്യം, നിങ്ങൾക്ക് പരീക്ഷാ ഫീസ് ഇല്ല. ആവശ്യമായി രേഖകൾ മതി. UID കാർഡും ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കാർഡും കൊടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയോ? ഇനിയും സംശയമുണ്ടോ? ഇനിയിപ്പോൾ ഇതെല്ലാം കിട്ടി, ഇനി എന്ത് ചെയ്യും എന്നല്ലേ നിങ്ങളുടെ സംശയം? ഈ 2 സംശയത്തിന് ഉത്തരവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. പിന്നെ ബെൽ ബട്ടനും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളാണ് എൻ്റെ എല്ലാം, നിങ്ങളാണ് എൻ്റെ ശക്തി. ബൈ. See you tomorrow.